മലപ്പുറം തിരൂരിലെ മൃതദേഹം കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ്. കോഴിക്കോട് കുറ്റിച്ചിറ സ്വദേശി ഹംസയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ. താനൂർ സ്വദേശി ആബിദാണ് അറസ്റ്റിലായത്. ആബിദും ഹംസയും തമ്മിൽ വാക്ക് തർക്കമുണ്ടായിരുന്നു. വിവരങ്ങൾ രമ്യാദാസ് നൽകും. രമ്യ, എന്തൊക്കെ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇതൊരു കൊലപാതകമായിരുന്നു എന്നുള്ള ഇതിലേക്ക് പോലീസ് എത്തിച്ചേരുന്നത്? അതോടൊപ്പം തന്നെ ഈ പ്രതിയുമായി ബന്ധപ്പെട്ട് എന്താണ് കൊലയ്ക്ക് പിന്നിലെ കാരണം? അതൊക്കെ ബന്ധപ്പെട്ട് ഒരു വ്യക്തതയുണ്ടോ രമ്യ? കഴിഞ്ഞ ദിവസം രാവിലെയാണ് തിരൂരിലെ കേജ്പടിയിലെ ബീവറേജിന് എതിർവശത്തുള്ള ബിൽഡിംഗിൽ ഇത്തരത്തിൽ ഒരു മധ്യവയസ്കനെ മരിച്ച നിലയിൽ ആദ്യം കണ്ടെത്തുന്നത്. തുടർന്ന് പോലീസ് എത്തി തുടർ നടപടി സ്വീകരിക്കുകയായിരുന്നു. അങ്ങനെയാണ് കോഴിക്കോട് സ്വദേശിയായ ഹംസ എന്ന് വിളിക്കുന്ന രജനിയാണ് മരിച്ചതെന്ന് സ്ഥിരീകരണം പോലീസ് വളരെ വൈകി നൽകുന്നത്. തുടർന്ന് നിലവിൽ ആ സമയത്ത് തന്നെ പോലീസ് ഈ ഒരു മരണത്തിൽ സംശയം പ്രകടിപ്പിച്ചിരുന്നു. അതിനുള്ള കാരണങ്ങൾ സമീപത്ത് രക്തത്തുള്ളികൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് പോലീസ് നമ്മളോട് പറഞ്ഞിരുന്നത്. ഇന്നാണിപ്പോൾ ഈ ഒരു മരണത്തിൽ കൊലപാതകമാണെന്ന സ്ഥിരീകരണം പോലീസ് നൽകുന്നത്. അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് താനൂർ സ്വദേശിയായ അരേന്ദ്രപുരയ്ക്കൽ ആബിദ് എന്നൊരാളെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവർ തമ്മിലുണ്ടായിരുന്ന വാക്കുതർക്കം കൊലപാതകത്തിലേക്ക് നയിച്ചു എന്നാണ് പോലീസ് ഭാഷ്യം. തർക്കത്തിനിടെ ആബിദ് ഹംസയെ മർദ്ദിച്ചിരുന്നു. ഈ മർദ്ദനത്തിൽ ആന്തരാവയവങ്ങൾക്ക് രക്തസ്രാവം ഉണ്ടായതിനെ തുടർന്നാണ് മരണം സംഭവിച്ചതെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. അതിരാ ശരി, മലപ്പുറം തിരൂരിൽ കണ്ടെത്തിയ മൃതദേഹം കൊലപാതകമായിരുന്നു എന്നുള്ള നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. പ്രതി ആബിദ് പിടിയിലാണ് എന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു മലപ്പുറത്ത് നിന്ന് രമ്യാദാസ്.